ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്നാസ് ആർട്സ്. അപ്പോൾ തയ്ച്ച ബ്ലൗസിൽ എങ്ങനെയാണ് സ്ലീവിൽ ഡിസൈൻ ചെയ്യുക എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കാണിക്കുന്നത്. അതിനായിട്ട് ബ്ലൗസ് എടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്. അതിന് ആ സ്ലീവ് ഇങ്ങനെ എടുത്തിട്ട് ആ സ്ലീവിൽ നിന്ന് ആ തയ്യലൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റേണ്ടതുണ്ട്. കംപ്ലീറ്റ് തയ്യലും പൊളിച്ച് കഴിയുക. ആ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം വരെ ആ ഒരു തയ്യലൊന്ന് പൊളിച്ച് കളയുക. എന്നിട്ട് ഒരു ഫ്രെയിമിനകത്ത് ഇതുപോലെ വയ്ക്കുക. ഫുള്ളായിട്ട് കെട്ടാൻ പറ്റില്ല, ഇതുപോലെ പകുതിയിൽ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതാ ഒരു ഡാർക്ക് റെഡ് കളറ് നൂലെടുത്തിട്ടുണ്ട്. അതാദ്യം ഇതിൻ്റെ അടിവശത്തൂടി ഇങ്ങനെ കുത്തിയെടുക്കുക. പിന്നെ കയ്യിലിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് സൂചി ഇതുപോലാക്കി എവിടെയാണോ കുത്തിയത് അവിടെ തന്നെ തിരിച്ച് താഴ്ത്തുക. ആ താഴ്ത്തുന്ന സൂചി എടുക്കുന്നതിന് മുന്നേ ആ ഇടത് കയ്യിലുള്ള ആ ഒരു നൂല് നന്നായിട്ട് വലിച്ചു പിടിക്കണം. ഇതാണ് ഫ്രഞ്ച് നോട്ട്. തൊട്ടടുത്ത് തന്നെ വീണ്ടും ഇങ്ങനെ കുത്തുക. 6 നൂലാണ് എടുത്തിട്ടുള്ളത്. 2 തുമ്പും ഒരേപോലെ രണ്ടും ഒരുമിച്ച് കെട്ടിട്ട ഒരു നൂലാണേത്. അടിവശത്തുനിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇടത് കൈ കൊണ്ട് ഇങ്ങനെ നൂല് വലിച്ചു പിടിച്ചിട്ട് ആ സൂചി ഇതുപോലെ ഒന്ന് ചുറ്റി എവിടെയാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ ഒന്ന് ജസ്റ്റ് താഴ്ത്തിയെടുക്കുക. താഴ്ത്തുന്നതിന് മുന്നേ ആ ഇടത് കൈയിലെ നൂല് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്തിട്ട് വേണം താഴ്ത്താനായിട്ട്. അപ്പോൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു കുഞ്ഞു പൂവിൻ്റെ ഷേപ്പിൽ, അതായത് റൗണ്ട് ഷേപ്പിൽ ഈ ഫ്രഞ്ച് നോട്ട് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ വരച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർബൺ പേപ്പർ ഉപയോഗിച്ച് ട്രേസ് ചെയ്തിട്ട് ഒരു ഡിസൈനിൽ ട്രേസ് ചെയ്തിട്ട് അതിന് പുറത്ത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു പൂ ഇങ്ങനെ ആ ഒരു ഫ്രഞ്ച് നോട്ട് കൊണ്ട് തന്നെ വട്ടത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു സ്ലീവിൽ 6 പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. അതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ട് പിന്നീട് ഒരു യെല്ലോ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് ആദ്യം അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. ഈ കുത്തിയെടുത്തുന്ന ഭാഗത്തു നിന്ന് തന്നെ സൂചി വീണ്ടും തിരിച്ച് ഒരു കുഞ്ഞളവിൽ ഇങ്ങനെ കുത്തിയെടുക്കണം. അപ്പോൾ സൂചിയുടെ അകത്തുകൂടി നൂലിങ്ങനെ കിടക്കേണ്ടതുണ്ട്. എന്നിട്ട് വലിച്ചെടുത്തിട്ട് തൊട്ട് മുകളിൽ തന്നെ ഇങ്ങനെ കുത്തിയെടുക്കുകയാണെങ്കിൽ ഇതാണ് ലേസി ഡേസി എന്ന് പറയും. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലീഫ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചുറ്റിനും ആ ഫ്ലവറിന് ചുറ്റിനും ഒരു 5 ലേസി ചെയ്തെടുക്കുന്നുണ്ട്. അത് ആദ്യം ചെയ്തതിനേക്കാളും ചെറുതായിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് നടുവിലുള്ളത് വലുതും പിന്നെ ആ 2 ഭാഗത്തുള്ളതും കുഞ്ഞ് ടൈപ്പിലുമാണ് ലേസി ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്പീഡ് ചെയ്ത് കാണിക്കുകയാണ്, കാരണം കംപ്ലീറ്റ് ആയിട്ടും ഇത് മാത്രമാണ് ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്ലൗസ് ഡിസൈനാണിത്. തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ പറയുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ 6 എണ്ണവും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഒരു സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഒരു സ്ലീവിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇനി നടുവിൽ കുറച്ചൊരു ബീഡ്സും കൂടി വെക്കണം. ഗോൾഡൻ കളർ ബീഡ്സാണ്. ഒരു ഇച്ചിരി വലിപ്പം കൂടുതലുള്ള ഒരു ബീഡ്സ് തന്നെയാണ്. നടുവിൽ ആദ്യം ഗോൾഡൻ കളർ തയ്ച്ച് വെച്ചിട്ട് വീണ്ടും ഒരു പ്രാവശ്യവും കൂടി അതൊന്ന് തയ്ക്കേണ്ട കാര്യമുണ്ട്. അതായത് ഒരു ബീഡിനകത്ത് 2 പ്രാവശ്യം ഇങ്ങനെ തയ്ച്ചെടുക്കുമെങ്കിൽ കുറച്ച് മുറുകിയിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഇത്തിരി വലിപ്പമുള്ള ബീഡായതുകൊണ്ട് തന്നെ നോർമൽ സൂചി, തയ്ക്കുന്ന സൂചി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതും കോർത്തെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം തയ്ച്ചതിനകത്ത് കൂടി തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് തയ്ക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. റെഡ് സാരിയാണ്, അതിനെ കൂടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.